പുടവ കൊണ്ടുവരുന്നത് നാത്തൂനല്ലേ? അതെ, അശ്വതിയെ ഏൽപ്പിച്ചിരിക്കുന്നേ. ആന്റി, ആ മോളെ, അശ്വതി ചേച്ചി വേണ്ട, അനുവിനെ വിട്ടാ മതി. അത് അനു. എന്താ ആന്റി, ഒരു സംശയം പോലെ? അനു വരുവോ ഇല്ലയോ? അല്ല, വരില്ലെന്നല്ല മോളെ ഞാൻ പറഞ്ഞേ. മോക്ക് അനുവിനെ തന്നെ മതിയെങ്കിൽ ഞാൻ അവളെ തന്നെ അയക്കാം. ആന്റിയുടെ സംസാരം കേട്ടിട്ട് ഉറപ്പില്ലാത്തതുപോലെ. ഏയ്, ഉറപ്പായിട്ടും അനു വരും. ആന്റി സത്യം പറ, അനു ആന്റി പറയുന്നത് അനുസരിക്കില്ലേ? മോളെന്താ അങ്ങനെ ചോദിച്ചേ? ആകാശാണ് എന്നെ അനുസരിക്കാത്തെ. അശ്വതി, അനു, അരവിന്ദും ഒക്കെ ഞാൻ പറയുന്നതേ അനുസരിക്കൂ. എന്നാ നാളെ പുടവ കൊണ്ടുവരുന്നത് അനു ആയിരിക്കണം. ഓക്കെ മോളെ, അവളെ തന്നെ വിടാം. ഓക്കെ ആന്റി. ഇനി അനുവിനെ വെച്ച് വേണം ചാരുവിനെ വീഴ്ത്താൻ. സുന്ദരി പെണ്ണി ശ്രേയക്കുട്ടി ആടിപ്പാടി വാ, പാടിയാടി വാ. സുന്ദരി പെണ്ണ്. സുന്ദരി പെണ്ണി ശ്രേയക്കുട്ടി ആടിപ്പാടിയ ഒരു പ്രണയത്തിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ. പ്രണയം നല്ല സുഖമുള്ള പരിപാടിയല്ലേ? ഏറെക്കുറെ. തലയ്ക്ക് പിടിച്ചോ? എന്ത് പ്രണയം? അതേ വല്ലിളിയാ, തലയ്ക്ക് അങ്ങ് പിടിച്ച്. സുന്ദരി പെണ്ണി ശ്രേയക്കുട്ടി ആടിയാടി വാ, പാടിയാടി വാ. ഇവനെന്താ ഇങ്ങനെ നിന്ന് ആടുന്നു? അതെ അപ്പച്ചി, തലയ്ക്ക് പിടിച്ചത്. അയ്യോ, കുടിച്ചോ ഇവൻ? അതല്ല അപ്പച്ചി, പ്രണയം പ്രണയം. അങ്ങനെ. അനു, അനുവേ, അനു, അനുമോളെ. എന്താ ആ, ശ്രേയമോൾക്ക് പുടവ് കൊടുക്കാൻ നീ കൂടെ പോണം. നിന്റെ കൂടെ അശ്വതിയും വരും കേട്ടോ. എന്താ ആ മോളെ, കല്യാണത്തിന് പുടവ് കൊടുക്കുന്ന കാര്യം പറഞ്ഞതാ. ഓ പിന്നെ കല്യാണത്തിന് തന്നെ ഞാൻ പോകുന്നില്ല. പിന്നെ പുടവ് കൊടുക്കാൻ പോന്നത്. നിന്നോട് സാരി കൊടുക്കാൻ പോവാൻ അപേക്ഷിച്ചതല്ല, പോയേ പറ്റൂ. നീ വേണം പോവാൻ. ഞാൻ എങ്ങും പോവില്ല. എനിക്ക് ആ പെണ്ണിനെ കാണുന്നത് ഇഷ്ടല്ല. എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ പോവില്ല. നിന്റെ നാക്കിന് നീളം കൂടുന്നുണ്ട്. നിന്നോടെ അവളെ താലിയിട്ടാണെന്നും പറഞ്ഞില്ല, അറിയാൻ ചെയ്തോളാം. അമ്മ പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത്. ആവശ്യമില്ലാതെ വാശി പിടിച്ചാ നിനക്ക് കിട്ടും എന്റെ കയ്യിൽ നിന്ന്. ഓ അയ്യോ, അവിടുത്തോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്റെ അനിയത്തിയോടാ സംസാരിച്ചേ. നീ എന്തെങ്കിലും പറയും, ഞാൻ തിരിച്ചു പറയും. അത് കേട്ടുതാ ഇവൻ എന്നോട് വഴക്കിന് വരും. വേണ്ട, വിട്ടേക്ക് പെങ്ങളെ. അനുവിന് പോവാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ അവളെ നിർബന്ധിക്കുന്നത്? എടാ, നീയും തുണിക്കച്ചവടം കാര്യങ്ങൾ ചേർന്ന അനുവിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നേ. ഇവളെ നിന്റെ മാത്രം അനിയത്തിയല്ല, എന്റെയും കൂടെ അനിയത്തിയാ. ഞാൻ പറയുന്ന ഇവൾ അനുസരിക്കും. അനുസരിച്ച് അടി കിട്ടും. എന്നാ നീ ഒന്ന് തല്ലിയേ കാണട്ടെ. എടാ അനിയ, ഞാൻ പറഞ്ഞതേ, എനിക്കിപ്പോ വഴക്കുണ്ടാക്കാൻ ഒരു മൂഡില്ല. നീയും അമ്മയും ചിലപ്പോ അശ്വതി ചേച്ചിയോ അല്ലാതെ വേറെ ആരും ഈ കല്യാണത്തിന് ഉണ്ടാവില്ല. ചിലപ്പോ അല്ല, കല്യാണത്തിന് ഞാനും പോവും. പോവാ, ഇഷ്ടമുള്ളവർക്ക് പോവാ. ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്നേ പറഞ്ഞോളൂ. ഇവളോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? അശ്വതി ഉണ്ടല്ലോ നാത്തൂനായിട്ട്, അശ്വതി കൊടുത്തോളും. അതല്ലടാ, പിന്നെ ശ്രേയമോളാ പറഞ്ഞത് പുടവയും കൊണ്ട് വരേണ്ടത് അനുമോളാണെന്ന്. തീർക്കാതെ എന്താന്ന് വെച്ചാ ഉറക്കെ പറ. അതെ, ഞാൻ പറയാം. അശ്വതി ഉണ്ടായിട്ട് പറ്റില്ല, അനുമോള് തന്നെ വേണം. എടാ അരവിന്ദേ, അനു പുടവയായിട്ട് പോണമെന്ന് ശ്രേയമോൾക്കൊരാഗ്രഹം. അത് ആഗ്രഹമല്ല, കുത്തിത്തിരിപ്പാ. അശ്വതി പോയ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. എന്നാ അനുമോളോട് പോകാൻ പറഞ്ഞാൽ ഞാൻ അയക്കൂല. അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. കൊള്ളാം അവളുടെ കുബുദ്ധി. കുബുദ്ധി ശ്രേയമോൾക്കല്ല,
നിങ്ങളുടെ ഈ നിൽക്കുന്ന മരുമകൾ തുണിക്കച്ചവടക്കാരിക്കാം. ഇവളാ ഇവിടെ എല്ലാവർക്കും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ആരും പറഞ്ഞിട്ടല്ല ഞാൻ പോവാത്തത്. എനിക്ക് ആ ചീഫ് എഞ്ചിനീയർ കാണുന്നതേ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്തവരുടെ അടുത്ത് ഞാൻ പോവില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കന്റെ പുന്നാരാനിക്കുട്ടി. കേട്ടല്ലോ അനുമോള് പറഞ്ഞത്. ഇനി ഇതും പറഞ്ഞ അവളെ വഴക്ക് പറയുകയെ പേടിപ്പിക്കുകയോ ചെയ്താൽ എന്റെ സ്വഭാവം മാറും.